മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രം തുടരും മികച്ച പ്രതികരണങ്ങൾ നേടി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. 150 കോടിയും കടന്ന ചിത്രം ഇപ്പോൾ ജൈത്രയാത്ര തുടരുകയാണ്. ഓവർസീസ് മാർക്കറ്റിലും വലിയ മുന്നേറ്റം തന്നെയാണ് തുടരും കാഴ്ചവെക്കുന്നത്. അതേസമയം ചിത്രം പുറത്തിറങ്ങിയത് മുതൽ അർജുൻ അശോകൻ ചർച്ചയാവുകയാണ്. പ്രേക്ഷകർക്ക് സർപ്രൈസ് നൽകുന്ന ഒരു കഥാപാത്രമായിരുന്നു അർജുൻ അശോകൻ അവതരിപ്പിച്ചത് എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ക്യാമിയോ റോളിലാണ് നടൻ എത്തിയതെങ്കിലും ചിത്രത്തെ സംബന്ധിച്ച് അതൊരു നിർണായക കഥാപാത്രമായിരുന്നു. മോഹൻലാലുമൊത്തുള്ള അർജുന്റെ രംഗം തിയേറ്ററുകളിൽ ചിരി പടർത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ആ സിനിമയിലെ അതിഥി വേഷത്തെക്കുറിച്ചും സിനിമയിൽ അഭിനയിക്കാൻ ഇടയായ കാരണത്തെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ് താരം. ലാലേട്ടനോടൊപ്പം അഭിനയിക്കാനുള്ള കൊതി കൊണ്ടാണ് ചിത്രത്തിൽ അഭിനയിച്ചതെന്നും വളരെ കുറച്ചുനേരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞിരുന്നുവെന്നും അർജുൻ അശോകൻ പറഞ്ഞു. സിനിമയിലേക്ക് വിളിച്ചപ്പോൾ 1-2 ഡയലോഗോ ചിലപ്പോൾ ഒരു ഷോട്ടോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നും ചോദിച്ചിരുന്നു. എന്നാൽ താനൊരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞുവെന്നും അതിന് കാരണം ലാലേട്ടന്റെ ഒപ്പം അഭിനയിക്കാനുള്ള കൊതി കൊണ്ടാണെന്നും അർജുൻ പറഞ്ഞു. താൻ ഇതുവരെ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചിട്ടില്ലെന്നും ഒരു കൊതി തോന്നി പിന്നെയൊന്നും നോക്കാൻ പോയില്ലെന്നും അർജുൻ കൂട്ടിച്ചേർത്തു. അതേസമയം ബോക്സ് ഓഫീസിൽ 150 കോടി പിന്നിട്ട ചിത്രം മലയാളത്തിനൊപ്പം തെലുങ്ക് പ്രേക്ഷകർക്കിടയിലും മികച്ച പ്രതികരണം നേടുന്നുണ്ട്. ഇപ്പോഴത്തെ ചിത്രം തമിഴ്നാട്ടിലും റിലീസിനൊരുങ്ങുകയാണ്. മെയ് 9-നാണ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് തിയേറ്ററുകളിൽ എത്തുന്നത്. ആദ്യ ദിനത്തിൽ മാത്രം ചിത്രം ആഗോളതലത്തിൽ 17 കോടിയിലധികം രൂപയാണ് നേടിയത്. 3 ദിവസം കൊണ്ട് ചിത്രം 69 കോടിയിലധികം രൂപ കളക്ട് ചെയ്യുകയുമുണ്ടായി. 6 ദിവസം കൊണ്ട് ആഗോളതലത്തിൽ 100 കോടി ക്ലബിൽ കയറിയ ചിത്രം ജൈത്രയാത്ര തുടരുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.